വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളിക്കകത്ത് വെച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ച് പോരൂർ പാലക്കോട് ഇസ്സത്തുൽ ഇസ്ലാം സംഘം ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി. കാളിക്കാവ് റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ KV വിപിനാണ് പള്ളിക്കകത്ത് വെച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണവും തുടർന്ന് പുറത്തുവച്ച് പ്രാർത്ഥനയ്ക്കെത്തിയ മുഴുവൻ വിശ്വാസികളെയും കൊണ്ട് പ്രതിജ്ഞയും എടുപ്പിച്ചത്. ജുമാ നമസ്കാരം കഴിഞ്ഞ ഉടനെയാണ് KV വിപിൻ പള്ളിയിലേക്ക് എത്തിയത്. തുടർന്ന് പള്ളിക്കകത്ത് വെച്ചാണ് 15 മിനിറ്റോളം സമയമെടുത്ത് ബോധവൽക്കരണം നടത്തിയത്. ഇതിനുശേഷമാണ് പള്ളിക്ക് പുറത്തുവെച്ച് വിശ്വാസികളെ അണിനിരത്തി ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുപ്പിച്ചത്. നാടിനെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹല്ല് കമ്മിറ്റി ഇത്തരത്തിലൊരു ബോധവൽക്കരണം നടത്തിയത്. മഹല്ല് കാളി മുഹമ്മദ് ഷെരീഫ് ഫൈസി, മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് V അബ്ദുൽ കരീം, സെക്രട്ടറി P അയ്യൂബ് ഖാൻ, ട്രഷറർ TP മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഒരു 23 വയസ്സുകാരൻ 6 മണിക്കൂർ കൊണ്ട് 5 കൊലപാതകങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ 15ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികള് വീട് വിട്ടിറങ്ങി. പല ആളുകളും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള കാമുകന്മാരെ തേടി പോകുന്നു. അതുപോലെ തന്നെ പല കുട്ടികളും രക്ഷിതാക്കളെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് പ്രശ്നങ്ങളെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം പ്രവർത്തനങ്ങളുടെ പിന്നിലും ലഹരി വസ്തുക്കളുണ്ട്. എന്നാൽ ലഹരി വസ്തുക്കൾ ഇല്ലാത്ത പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതിന്റെ ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത് ഡിജിറ്റൽ അഡിക്ഷൻ. പല ആളുകളും പല കുട്ടികളും ഇപ്പൊ നമ്മൾ കൗൺസിലിംഗിനും ഡി അഡിക്ഷനൊക്കെ കൊണ്ടുപോകുമ്പോൾ പല കുട്ടികളും പുലർച്ചെ വരെ മണിക്കൂറുകളോളം മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. അപ്പൊ ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യമായിട്ട് സൂചിപ്പിക്കാറുള്ളത്. ഞാൻ ഈ അടുത്ത് ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് കൊണ്ടുപോയ ആള് മദ്യവും കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്. ഡി അഡിക്ഷൻ സെന്ററിന്റെ അടുത്തെത്തുന്നതിന്റെ ഒരു 2 കിലോമീറ്റർ മുൻപ് ആള് രക്തം ഛർദ്ദിച്ചു. ഈ അടുത്ത് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്, രക്തം ഛർദ്ദിച്ചു. പക്ഷെ ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ആളുകൾക്കൊന്നും ഇത് എവിടെയാണ് എത്തുക എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഈ രക്തം ഛർദ്ദിക്കുന്ന കേസ് ഇത് മാത്രമല്ല കണ്ടിട്ടുള്ളത്. സമീപമായി തന്നെ 3-4 ആളുകൾ ഇതുപോലെ രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക്, ലിവർ സിറോസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ ആ ആളുകളൊക്കെ പറഞ്ഞത് അതിതീവ്രമായിട്ടുള്ള വേദനയാണ്. നമുക്കറിയാം, രക്തം ഛർദ്ദിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ആന്തരിക അവയവങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു. അപ്പൊ പല ആളുകൾക്കും ഇത് എവിടെയാണ് എത്തിച്ചേരുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ആ എത്തിച്ചേരുന്ന അവസ്ഥ അറിയിക്കാം, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ ആ ഒരു അനുഭവം നമ്മൾ പറഞ്ഞ് ആ ഒരു അവസ്ഥ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല ആളുകളെ നമുക്ക് ഇതിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.